ഞാനേ ഒരു നാടൻ പായസം തയ്യാറാക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ധാരാളം പ്രോട്ടീനും കാൽസ്യവും അയണും നാരുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പായസമാണ്. കുട്ടികൾക്ക് വളരെ ശരീരത്തിന് വളരെ പ്രയോജനകരമായിരിക്കും. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി എൻ്റെ കൂരക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതിന് ശേഷം ആയിരിക്കും നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും പയറും കൂടെ ചേർത്ത് കൊടുക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കുന്നതിലേക്ക് പോകാം കേട്ടോ. കൂരവിന് നല്ല വേവുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൂരകടുപ്പിൽ വെച്ച് പകുതി വേവാകുമ്പോഴേക്കും ബാക്കി ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് വെന്ത് വരട്ടെ കേട്ടോ. കൂരക ഏകദേശം വെന്ത് കുറുകിയിട്ടുണ്ട്. കൂരകന് ഞാൻ പറഞ്ഞില്ലേ നല്ല വേവാണ് കേട്ടോ. വെന്ത് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇളക്കിയെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സിമ്പിൾ പായസമാണെന്ന്. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇത്രയും കുറുകിയാൽ മതി. ഇത്രയും കുറുകുമ്പോഴത്തേന് നമ്മൾ അരിയും പയറും വേവിച്ച് വെച്ചേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ തീയിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് കുറുകി വരികയാണ്. കുറച്ചുകൂടെ കുറുകി വരട്ടെ കേട്ടോ. ഈ പരുവാകുമ്പോഴേക്കും നോക്ക്, ഈ പരുവാകുമ്പോഴേക്ക് ഏലക്ക പൊടിച്ചതും തേങ്ങ നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങ നമ്മൾ മിക്സിയിൽ നല്ലതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. തേങ്ങയോട് കൂടി തന്നെ ചേർക്കുകയാണ്. പണ്ടൊക്കെ അരിപ്പായസത്തിന് തേങ്ങ തിരികെ അത് നമ്മൾ കൈ വെച്ച് ഞെടിയായിരുന്നു ചേർക്കുന്നത്. അതിന് പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും അസാധ്യ ടേസ്റ്റ് തന്നെ കേട്ടോ. പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇരുന്നങ്ങ് കുറുകിക്കോളും. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഈ സമയം ആകുമ്പോഴത്തേന് ഫ്ലെയിം ഓഫ് ചെയ്യുക. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഒരല്പം ഉപ്പ്, ശകലം ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വളരെ സ്വാദിഷ്ടമായ പായസം റെഡിയായിട്ടുണ്ട്. പയറ് കൂരക് അരിപ്പായസം റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ ഇത് വൈറ്റമിനുകളുടെ കലവറയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അത്ര ടേസ്റ്റിയാണ്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കശുവണ്ടിയോ കശുവണ്ടിയോ അതുപോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ നിങ്ങൾക്ക് മൂപ്പിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. വറുത്ത് കോരിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയായ ഒരു പായസമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളും ഇത് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെ നമ്മുടെ പയറ് അരി കൂരക് പായസം റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ ഒരു കണക്കിന് പറയുവാണെങ്കിൽ പോഷകങ്ങളുടെ ഒരു കലവറയെന്ന് തന്നെ പറയാം കേട്ടോ. കുട്ടികൾക്ക് വളരെ പ്രയോജനമാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. നമുക്കും വളരെയേറെ പ്രയോജനമാണ്. ടേസ്റ്റിയുമാണ്. ഇതിനകത്ത് കശുവണ്ടിയോ തേങ്ങാക്കൊത്തോ ഒക്കെ നിങ്ങൾക്ക് വറുത്ത് കോരിയിടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി കാണും വരെയും ബായ്.